മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ പാർപ്പിടം എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. ഒരു സ്വപ്നതുല്യമായ ഭവനം നിർമ്മിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് അതൊരു ഡിസൈനിൻ്റെ കാര്യത്തിലാവുമ്പോൾ. മനസ്സിനിണങ്ങിയ ഡിസൈൻ ചെയ്തു തരുന്ന ഡിസൈനറിനെ കണ്ടുപിടിച്ച് നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ലാമെറ്റ് സ്മാർട്ട് ഹോമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാമെറ്റ് സ്മാർട്ട് ഹോമിൻ്റെ ഇന്നത്തെ യാത്ര എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ ജോയ് ഡീന ദമ്പതികളുടെ ഗോപുരത്തിങ്കൽ വീട്ടിലാണ്. നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കൂടുതലറിയാം. 20 സെന്റിലായി 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് സേജ് ഗ്രൂപ്പ് ആർക്കിടെക്ട്സിലെ ശ്രീ PN മോഹനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എലിവേഷനിലേക്ക് നോക്കുമ്പോൾ മാക്സിമം പ്ലോട്ട് യൂട്ടിലൈസ് ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൗഢി കൂട്ടാനായി യൂസ് ചെയ്തിരിക്കുന്നത് ഡോംസും സ്ലോപ്ഡ് റൂഫുമാണ്. ഇത് സ്ലോപ്ഡ് റൂഫിലും ഡോംസിലും യൂസ് ചെയ്തിരിക്കുന്ന റൂഫിംഗ് ടൈൽസ് ഷ്രിങ്കിൾസ് ആണ്. ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള തീം ഒരു ഓഫ് വൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിലും സിറ്റ് ഔട്ടിലുമായി കർവ്ഡ് ഷേപ്സ് അല്ലെങ്കിൽ സെമി സർക്കിളിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ അതേ ഷേപ്പിലാണ് മുകളിലത്തെ ഓപ്പൺ ഗാലറി ചെയ്തിരിക്കുന്നത്. അവിടെ ഹൈലൈറ്റിങ്ങിനായി ചാരുപടികളും ജനാലകളും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ റൂമുകൾ ഡിഫറെൻറ്റ് അലൈൻമെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എവിടെ നിന്നാലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് പാത്വേ പേവിംഗ് ടൈൽസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കർവ്ഡ് ഷേപ്പാണ്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിലിണ്ടറിക്കൽ പില്ലേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു വരുന്നത് ഈ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് ഇവിടെയുള്ള എല്ലാ റൂമും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡോർ തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് സ്റ്റെയർ കേസ് ആണ്. ഈ ഒരു സ്പേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സീലിംഗ് ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫാൾ സീലിങ്ങും ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ പെബിൾസ് ഒക്കെ നിറച്ച് നല്ല രസമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ലിവിംഗ് റൂമിലേക്ക് പോകാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ലിവിംഗ് റൂം. അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സോഫ സെറ്റ് ഉണ്ട്. അതൊരു L ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല റിലാക്സിങ് ഒരു മോഡലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ഈ ലെഫ്റ്റ് സൈഡിൽ TV യൂണിറ്റാണ് ഉള്ളത്. TV യൂണിറ്റ് നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസും കൂടി ആയിട്ടാണ് ഈ റൂം. TV യൂണിറ്റ് മാത്രമല്ല, ഇവിടെ സ്റ്റോറേജ് സ്പേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുമ്പോൾ സാധാരണ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യൂരിയോസ് അല്ലെങ്കിൽ ആൻറ്റിക് പീസുകളാണ് കാണുന്നത്. ഇവിടെ ഈ വീട്ടിലെ കുട്ടികളായ ഐറൻ ആൻഡ് സൂസൻ ജോയ് സ്കൂളുകളിൽ അത്ലറ്റിക്സിലും അക്കാഡമിക്സിലും ഒക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന മെമൻറ്റോസും ട്രോഫീസുമാണ് ഉള്ളത്. പിന്നീട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വാളിന് ഭംഗി കൂട്ടാനായിട്ട് നിഷസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നല്ല പീസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാൾ സീലിംഗ് ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഈ സോഫ സെറ്റിനും അല്ലെങ്കിൽ കർട്ടൻസിനൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ കളേഴ്സും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. എലിവേഷനിൽ കണ്ട കർവിലാണ് ഈ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പ് ഉള്ളത് കാരണം തന്നെ ഈ ഏരിയയ്ക്ക് കൂടുതൽ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ആ കർവിനോട് മാച്ച് ചെയ്താണ് ഇതിൻ്റെ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ സെയിം ഈ കർവിനോട് മാച്ച് ചെയ്ത ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് ഒരു പെറ്റൽസ് ഒക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ ഫാൾ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെ കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്യാനായി ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്.
ഡൈനിങ് ഏരിയയുടെ കൂടുതൽ അഡ്വാൻറ്റേജിനെ കുറിച്ച് ഇതിൻ്റെ ഡിസൈനറായ ശ്രീ PN മോഹനിൽ നിന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും ഈ വീടിൻ്റെ ഡിസൈനിൽ ആ ഡിസൈൻ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ തന്നെ ഇപ്പോൾ ലിവിങ് റൂം, ലെഫ്റ്റ് സൈഡിൽ ലിവിങ് റൂം, റൈറ്റ് സൈഡിൽ ഡൈനിങ് റൂം, അത്തരത്തിൽ എൻട്രൻസ് സെൻറ്ററിൽ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ കയറാതെ ഒരു ജസ്റ്റ് ഫോയർ എന്ന് പറയേണ്ട, ഫോയർ നമ്മൾ ഫ്രണ്ട് ഡോർ കടന്നിട്ട് അകത്തോട്ട് വരുമ്പോൾ ലിവിങ് റൂമിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നില്ല. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ഏകദേശം ഒരു 100% യൂട്ടിലിറ്റി നിലനിർത്തിക്കൊണ്ട് ലിവിങ് റൂമിൽ കയറാതെ ആ പ്രൈവസി അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ഡൈനിങ് റൂമാണ്. പക്ഷേ എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് ഡൈനിങ് റൂമോ ലിവിങ് റൂമോ ഡയറക്റ്റ് വിഷ്വലിലേക്ക് വരാണ്ട് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയയോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കിച്ചണിൽ നിന്ന് ഈസി ആയിട്ട് ഫുഡ് ഡൈനിങ് ഏരിയയിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിച്ചണിൻ്റെയും ഡൈനിങ് ഏരിയയുടെയും ഒരു നടുഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേക ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാഡിംഗ് വർക്കാണ്. ആ ഒരു മിററിനുള്ള സ്പേസും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റോറേജ് സ്പേസും ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ഫാക്ടറാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കിച്ചൺ ഏരിയയിലേക്ക് പോകാം. കിച്ചണിൻ്റെ കളർ തീം കോഫി ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോമിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റവിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കിച്ചൺ ഐലൻഡും അതിനോട് അറ്റാച്ച് ചെയ്തൊരു ചിമ്മിനിയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളമായി സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു വർക്ക് ഏരിയയും ഉണ്ട്. ഈ വീട്ടിൽ മൊത്തത്തിൽ 4 ബെഡ്റൂംസ് ആണുള്ളത്. മുകളിലത്തെ നിലയിൽ 2, താഴത്തെ നിലയിൽ 2. ഇവിടെയാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഈ വീട്ടിലെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾ ആണെങ്കിൽ കർവ്ഡ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐവറി ഷെയ്ഡുള്ള വാൾപേപ്പറാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ വാർഡ്രോബ്സ് ഉണ്ട്. വാർഡ്രോബ്സ് ആണെങ്കിൽ സ്പേഷ്യസ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാർഡ്രോബാണ്. ഇത് ഐവറി വാൾസിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കളർ പാലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളുണ്ട്. അതിന് പറ്റിയ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത്ര ആഡംബര രീതിയിലൊന്നും അല്ല. ഒരു റിലാക്സ് മോഡിന് വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച് ബാത്റൂമും ഉണ്ട് ഈ റൂമിന്. ഇതാണ് താഴത്തെ നിലയിലെ പേരൻറ്റ്സ് ബെഡ്റൂം. മറ്റ് വാളുകളിലും മറ്റു റൂമുകളിലും വ്യത്യസ്തമായി ഗ്രീൻ കളർ പാലറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകതയായ കർവ് വാൾ ഈ റൂമിനും യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾസിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ കർട്ടൻസും യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബും സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ പേരൻറ്റ്സ് ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കോമൺ ബാത്റൂം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർസിലേക്ക് പോകാം. സ്റ്റെയർസ് ഒരു കർവ് ഷേപ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഫ്ലോറിംഗ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റെയർസിലേക്ക് വരുമ്പോൾ അത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റെയിലിംഗ് ഒരു വുഡൻ ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർസിൻ്റെ താഴെ തന്നെ ഒരു ബ്യൂട്ടി സ്പോട്ട് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർ ബോഡീസും കുറച്ച് ഗ്രീനൊക്കെ ആയിട്ട് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു പ്രയർ സ്പോട്ടും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാം.
സ്റ്റെയർസ് കയറി വരുന്നത് ഒരു കർവ് ഷേപ്പ് റീഡിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ അതിനായി ഒരു ബുക്ക് ഷെൽഫും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ എലിവേഷനിൽ കണ്ട ഡൂമിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു സ്പേസിലേക്ക് വരണം. ഇവിടെ റൗണ്ട് ഷേപ്പിലായിട്ട് സർക്കുലർ ഷേപ്പിൽ കട്ട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഹോട്ട് എയർ ഒട്ടും തങ്ങി നിൽക്കില്ല. എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിങ്ങും കൂടുതലാണ്. ഇവിടെ അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സർക്കുലർ പെർഗോളയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നാച്ചുറൽ ലൈറ്റിംഗ് താഴത്തെ നിലയിലും അതുപോലെ തന്നെ സ്റ്റേഴ്സിലും ധാരാളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ കളർ പർപ്പിളാണ്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായി പർപ്പിൾ കളർഡ് കർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റ് റൂമുകളിലെ സീലിംഗിൽ നിന്ന് വ്യത്യസ്തമായി സ്ലോപ്ഡ് റൂഫാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗസ്റ്റിനായി ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് മാറി ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കിഡ്സ് റൂമും കൂടി ഈ ഫ്ലോറിലുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം ടു ലെമൺ സ്മാർട്ട് ഹോംസ്. അപ്പോൾ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എൻ്റെ അപ്പച്ചൻ ജയപോൾ. അമ്മ കാല് നീരുള്ള കാരണം നമ്മുടെ കൂടെ കിടക്കുകയാണ്, എത്തിയിട്ടില്ല. വൈഫ് ഡീന, മൂത്ത മകൾ ഐറിൻ, രണ്ടാമത്തോട് സൂസൻ. അപ്പം നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങളിവിടെ പണിതു. അപ്പം എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഇവിടെ താമസം തുടങ്ങിയിട്ട്. വീട് വളരെ മനോഹരമാണ്, ജീവിതവും അതുപോലെ തന്നെ സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ സാർ. അപ്പം നിങ്ങളിത് പണിതപ്പം എന്തായാലും നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഒരു വീടാകുമ്പോൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. അതെ. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല വെന്റിലേഷൻ, സൂര്യപ്രകാശം ഞങ്ങളുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഇത് വരയ്ക്കാൻ ഏൽപ്പിച്ചിരുന്നത് സേജ് കൺസ്ട്രക്ഷൻ, സേജ് ആർക്കിടെക്ചറിലെ മോഹൻ സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള വീടുകൾ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അതിലും ഈ പറയുന്ന ഞങ്ങൾക്കിടെ ഈ വെന്റിലേഷൻ്റെയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെയും എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ വീടുകളിലും ഞങ്ങൾക്കത് വളരെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അത് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതിയാണ്, ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അത് ഭവനം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തു. ചേച്ചിയുടെ സൈഡിലേക്ക് വരുമ്പം നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് നമുക്ക് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു? ഞാൻ പറയുന്ന അടുക്കള ഒരു മിനിമം എഫേർട്ട് എടുക്കുന്ന രീതിയിൽ മറ്റേ ഫ്രിഡ്ജും സ്റ്റൗവും മറ്റേ വാഷിംഗ് ഏരിയയും എല്ലാ കബോർഡും കൂടെ ഒരു മിനിമം സ്പേസിൽ തരികയാണെങ്കിൽ എനിക്ക് അവിടെ ഇവിടെ ഓടി നടക്കാതെ ചെയ്യാന്നുള്ളത്. അത് ആർക്കിടെക്ട് എന്നോട് പറഞ്ഞിരുന്നു. മാസ്റ്റർ ബെഡ്റൂമും കിച്ചണും പിന്നെ പുറത്തേക്കുള്ള ഡോറും കുറച്ചടുത്ത് തന്നെയാണ്, അപ്പോൾ അധികം സ്ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അതിപ്പോൾ നമുക്കത് ഫീൽ ചെയ്യണമുണ്ട്. പിന്നെ കിച്ചണിൽ നിന്നാൽ പുറത്തുനിന്ന് ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കിച്ചണൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്, അപ്പോൾ അത് ഉപകാരമായി. പിന്നെ ഈ പ്രെയർ മീറ്റിങ്ങും പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ ഹോള് കുറച്ച് സ്പേഷ്യസ് ആവണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും മാക്സിമം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ കുടുംബ യൂണിറ്റിൻ്റെ ഇതിനൊക്കെ ആളുകൾ വരുമ്പോൾ പറയുന്നുണ്ട് ഒട്ടും കൺജസ്റ്റഡ് അല്ല, എല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അപ്പോൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അത്രയും ആളുകളെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 2 കാര്യങ്ങളും നമുക്കത് ചെയ്ത് തന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റും. ഇത്ര വലിയ വീട് വെക്കുമ്പോൾ എന്തായാലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നായിരിക്കും. അതെന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഡീനയാണ് നിർമ്മാണ ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ മേൽനോട്ടവും കോർഡിനേഷനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എങ്കിലും ഡീന മോഹൻ സാറായിട്ടും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടത്തുന്ന എൻജിനീയറായിട്ടും മറ്റു ആളുകളായിട്ടെല്ലാം കോർഡിനേഷൻ ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുള്ള ഇൻപുട്സ് ഞാൻ കൊടുത്തു. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഡീനാണ് കാര്യങ്ങളെല്ലാം അവിടെ എക്സിക്യൂട്ട് ചെയ്ത്
ആ ഒരു അകലെ നിന്നോട്ടുള്ള കൺട്രോളിംഗ് ആയിരുന്നു ഏറ്റവും ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീട് കാണാൻ വന്നിരുന്നല്ലോ, അപ്പം അവരുടെയൊക്കെ റിവ്യൂസ് എങ്ങനെയായിരുന്നു? കണ്ടവർക്കെല്ലാം വീട് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ഒരു സാധാരണ കാണുന്ന ഒരു കോമൺ സ്റ്റൈലിലുള്ള വീടല്ല. ഇപ്പം നല്ല വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ 3 ഡിഫറെൻറ്റ് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. അത് തന്നെ ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും നന്നായിരുന്നു. ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പുറത്ത് ചൂടുള്ളപ്പോഴും അകത്ത് നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല. ചൂട് അനുഭവപ്പെടില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂളിംഗ് പോലെയാണ്. അത് കൺസ്ട്രക്ഷൻ്റെ വെന്റിലേഷൻ്റെ എല്ലാം പ്രത്യേകത. അതേപോലെ തന്നെ അകത്ത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതും തണുപ്പ് കൂടുതലുണ്ടാകാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. ഹൗസ് വാമിങ്ങിന് വരുന്നവരും അതിന് ശേഷം വീട് കാണാൻ വന്നവരെല്ലാം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വീട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത്, ആരാണ് വരച്ചതെന്നുള്ള കാര്യം എല്ലാവരും എടുത്തു ചോദിച്ചു. അപ്പോൾ ഞാൻ സെയ്ജ് കൺസ്ട്രക്ഷൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി എല്ലാവരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പലരും എനിക്ക് തോന്നുന്നു അതിന് ശേഷം മോൻ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുമുണ്ട്. മറ്റ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കോർണർ ഷേപ്പ് അല്ലാതെ ഒരു കർവ്ഡ് ഷേപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാരുടെ ഐഡിയ ആയിരുന്നു? അത് ഞങ്ങളുടെ ചോയ്സ് അല്ല, ശരിക്കും അത് മോഹൻ സാറിൻ്റെ ഒരു ഡിസൈനാണ്. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെയധികം യൂസ്ഫുള്ളാണത്. സ്പേസ് ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സാറായിട്ട് സംസാരിച്ച് സാറ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ കുറഞ്ഞ ഭിത്തി, കുറഞ്ഞ പെരിമീറ്ററിൽ കൂടുതൽ ഏരിയ വരുന്ന ഒരു കൺസ്ട്രക്ഷനാണ് റൗണ്ട് കൺസ്ട്രക്ഷൻ. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് സാർ എടുത്തു പറഞ്ഞത്. അത് നമുക്കും അത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഐറിൻ്റെയും സൂസൻ്റെയും വിശേഷങ്ങൾ. എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? 10th. ഞാൻ 9th. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ് ഏതാ? കിഡ്സ് റൂം. നിങ്ങളുടെ തന്നെ മുറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അതിനൊന്നും ഇറങ്ങില്ല? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യും? ഡ്രോയിങ്. ഒരുമിച്ച് ഡ്രോയിങ്. പഠിക്കും. അടിപൊളി. അപ്പം അക്കാഡമിക്സും കൾച്ചറൽസും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഹൗസ് വാമിങ്ങിന്? അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞത്? അവർക്കൊക്കെ വീട് ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്ക് വരാറുണ്ട് വീട്ടിൽ. ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ല വീടും വീട്ടുകാരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. ലാമിറ്റ് സ്മാർട്ട് ഹോമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. പുതിയ വീടിൻ്റെ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.